അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവർ രോഗികളാണ്. ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും മരുന്ന് കുടിക്കുന്നവരാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്. സൂചി വെക്കുന്ന ആളുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗശാന്തിക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് നൽകിയ 6 അത്ഭുത രഹസ്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ രോഗം മാറാൻ മരുന്ന് കുടിക്കുന്നവരും ഡോക്ടറെ പോയി കാണുന്നവരും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് നിങ്ങളെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകും, അള്ളാഹു ശമനം നൽകും, വേദനക്ക് അള്ളാഹു ശിഫ നൽകുകയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ, നമ്മളൊക്കെ രോഗം വരുമ്പോൾ ഗുളിക കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അങ്ങനെ ഗുളിക കുടിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, ഡോക്ടറെ കാണുന്ന സമയത്ത് എന്റെ രോഗം ശിഫയാക്കുന്നത് ഈ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഈ ഗുളിക കുടിച്ചാൽ മാത്രമേ എന്റെ രോഗം മാറൂ എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ രോഗം ഒരിക്കലും മാറുകയില്ല. കാരണം മരുന്നിന് നമ്മളെ രോഗം മാറ്റാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഡോക്ടർക്ക് നമ്മളെ രോഗം മാറ്റാൻ ഒരിക്കലും സാധ്യമല്ല. രോഗം മാറ്റുന്നവൻ അശ്ശാഫി, അത് അല്ലാഹു ആണ്. എന്റെ രോഗം മാറ്റുന്നത് അല്ലാഹു ആണ്. ഞാൻ ഈ മരുന്ന് കുടിച്ചാൽ എന്റെ അസുഖം അല്ലാഹു മാറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം നാം മരുന്ന് കുടിക്കേണ്ടത്. ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്റെ രോഗം അല്ലാഹു ശിഫയാക്കുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ നമ്മളെ രോഗത്തിന് ശമനം ഉണ്ടാകൂല. നമ്മൾ എത്ര വലിയ മരുന്ന് കുടിച്ചാലും, എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും നമ്മളെ രോഗത്തിന് ശമനം ഉണ്ടാകൂല. എപ്പോഴും നമ്മൾ ഗുളിക കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ രോഗം മാറാൻ നമ്മൾ കൂടുതൽ അടുക്കേണ്ടത് ജഗന്നിയന്താവായ അള്ളാഹുവിലേക്കാണ്. സാരിഉ ഇലാ റബ്ബിക്കും, നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ ഉണരുക. റബ്ബിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അള്ളാഹു ആരാടെന്ന് മനസ്സിലാക്കിയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം നമ്മളെ ഖൽബിലേക്ക് വന്നാൽ തന്നെ നമ്മളുടെ 99% അസുഖവും മാറിക്കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അശ്ശാഫി അള്ളാഹുവാണ്, ശിഫ നൽകുന്നവൻ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരുന്ന് കുടിക്കുന്നവരും ഡോക്ടറെ കാണുന്നവരും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ മരുന്ന്, അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ മരുന്ന് അത് പരിശുദ്ധ ഖുർആനാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഖുർആനിൽ പല സ്ഥലങ്ങളായി അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്ന ഗ്രന്ഥം, അഥവാ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളുടെ അലമാറയുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ശിഫാഉൻ ഫീഹി ശിഫാഉൻ, അതിൽ ശമനമുണ്ട്, അതിൽ മരുന്നുണ്ട്. ഖുർആൻ മരുന്നാണ് എന്ന് പല പ്രാവശ്യം അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രോഗത്തിനാണ് ഖുർആനിൽ മരുന്നുള്ളത്? സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് അതിൽ പരിഹാരമുണ്ട്. ശാരീരികമായ ഏതേത് അസുഖങ്ങളുണ്ടോ പരിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ട്. മാനസികമായ ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതിൽ പരിശുദ്ധ ഖുർആനിൽ മരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അസുഖം പറഞ്ഞു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സഹാബിമാരുടെ അടുക്കലേക്ക് അവരുടെ അനുയായികൾ രോഗം പറഞ്ഞു വരുമ്പോൾ, അസുഖം പറഞ്ഞു വരുമ്പോൾ അവര് പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ചു കൊടുക്കലായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് അത് പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ അസുഖങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണം. നമ്മൾ അസുഖം വന്നാലാണ് ഖുർആനുമായി ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നത്. അതിന്റെ മുമ്പ് നമ്മൾക്ക് ഫാത്തിഹ സൂറത്ത് ഇല്ല. അപ്പോഴാണ് നമ്മൾ യാസീൻ സൂറത്ത് ഓതുന്നത്. അതിന്റെ മുമ്പ് നമ്മൾക്ക് യാസീൻ ഇല്ല. അപ്പോഴാണ് നമ്മൾ സൂറത്തുൽ വാഖിയ ഓതുന്നത്. അതിന്റെ മുമ്പ് നമ്മൾക്ക് സൂറത്തുൽ വാഖിയ ഇല്ല. പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സൂറത്തുൽ ശർഹ് ഓതുന്നത്, സൂറത്തുൽ ലുഹ ഓതുന്നത്. അതിന്റെ മുമ്പ് സൂറത്തുൽ ലുഹ ഇല്ല, സൂറത്തുൽ ശർഹ് ഇല്ല. ഖുർആനുമായി നമ്മൾക്കൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തന്നെ മരുന്ന് കുടിക്കുന്നവരും രോഗം വന്നാൽ ഡോക്ടറെ കാണുന്നവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രോഗം മാറാൻ, അസുഖം മാറാൻ, നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തടുക്കാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം അത്
പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള ദുആ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരിച. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനിന്റെ പരിച അത് ദുആയാണ്, അത് പ്രാർത്ഥനയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അസുഖം വരുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥതയോടുകൂടെ പ്രിയമുള്ളവരെ നമ്മൾ കൈകൾ ഉയർത്തേണ്ടതുണ്ട്, നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രയാസങ്ങൾ മാറും, നമ്മളെ അസുഖങ്ങൾ മാറും എന്നുള്ള ഒരു വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകണം. ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സമ്പത്താണോ വേണ്ടത്? നിങ്ങളെ അസുഖം മാറലാണോ? നിങ്ങൾക്ക് വീടാണോ വേണ്ടത്? എന്നോട് ചോദിക്കൂ. ആത്മാർത്ഥതയോടുകൂടെ എന്നോട് ചോദിച്ചാൽ അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് നമ്മളെ പടച്ച, നമ്മൾക്ക് വെള്ളം തന്ന, നമ്മൾക്ക് വായു തന്ന, നമ്മൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരം തന്ന, സൗകര്യം തന്ന റബ്ബ് നമ്മളോട് പറയുകയാണ്. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല? തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം പ്രാർത്ഥിക്കാൻ മഹാന്മാര് പറഞ്ഞു. നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചു. ദുആ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചു. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ നമ്മൾക്ക് സമയമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ അസുഖം മാറുക? കാരണം അസുഖം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു രോഗവും മാറുകയില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം, റബ്ബിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, അസുഖം മാറാൻ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ 7 അത്ഭുത രഹസ്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പറയാൻ പോകുന്ന 6 അത്ഭുതകരമായ മരുന്നുകള് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മരുന്നുകളാണ്. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിന്റെ മകന് അസുഖം ബാധിച്ചു. ഡോക്ടർമാരെ മുഴുവനും കണ്ടു, വൈദ്യന്മാരെ മുഴുവനും കണ്ടു. അസുഖത്തിന് യാതൊരുവിധ കുറവുമില്ല. അങ്ങനെ മഹാനവറുകൾ വിഷമിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് ഹബീബായ തങ്ങൾ കടന്നു വരികയാണ്. ഹബീബായ തങ്ങൾ ഈ 6 മരുന്നുകള് മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രാവിലെ എണീറ്റുകൊണ്ട് അദ്ദേഹം ഖുർആനിൽ ഈ 6 മരുന്നുകൾ പരിശോധിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ഈ 6 മരുന്നുകൾ കാണുകയാണ്. എണീറ്റുകൊണ്ട് ഒരു പാത്രത്തിൽ ഈ 6 മരുന്നുകളും അഥവാ ആയത്തുകളും എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചുകൊണ്ട് ആ മകന് കുടിക്കാൻ കൊടുത്തപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് മഹാനവറുകളുടെ മകന്റെ അസുഖം അള്ളാഹു ശിഫയാക്കി കൊടുത്തത്. ഏതൊക്കെയാണ് ആ 6 അത്ഭുത രഹസ്യങ്ങളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അത്ഭുത രഹസ്യം സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. എങ്ങനെ? വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. ഇത് അസുഖമുള്ള ആൾക്ക് ഓതി മന്ത്രിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ സൂറത്തു യൂനിസിലെ 57-ാമത്തെ ആയത്ത് വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. അതോടൊപ്പം സൂറത്തു നഹ്ലിലെ 69-ാമത്തെ ആയത്ത് ഏതാണ്? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. സൂറത്തു നഹ്ലിലെ 69-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം സൂറത്ത് ഇസ്രായിലെ 82-ാമത്തെ ആയത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശുറാ സൂറത്തിലെ 80-ാമത്തെ ആയത്ത് വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഇത് നിങ്ങൾക്ക് ഈ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്ത് ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. ഇതാണ് ഒരു പാത്രത്തിൽ എഴുതുക, എന്നിട്ട് വെള്ളം കൊണ്ട് മായ്ക്കുക. ആർക്കാണോ അസുഖമുള്ളത് അവർക്ക് ഇത് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അസുഖം മാറും. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ റഹ്മാനെ. ആയത്തുകൾ ഞാൻ ഒന്നുകൂടെ ഓതിത്തരാം. സൂറത്ത് തൗബയിലെ 14-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം വയശ്ഫിസ് സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. അതുപോലെ സൂറത്ത് യൂനിസിലെ 57-ാമത്തെ ആയത്തില് വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. സൂറത്തു നഹ്ലിലെ 69-ാമത്തെ ആയത്തിലുള്ള ഖുറുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. അതുപോലെ തന്നെ സൂറത്തു ഇസ്രായിലെ 82-ാമത്തെ ആയത്തിലുള്ളത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തു ശഅറായിലെ 80-ാമത്തെ ആയത്തിലുള്ളത് വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിലുള്ളത് ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അങ്ങ് ചെയ്താൽ ഈ ആയത്തുകൾ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചുകൊണ്ട് രോഗിക്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ രോഗം ശിഫയാകുമെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ, എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മളെ പള്ളിയിലും മദ്രസയിലും ഉസ്താദുമാരുണ്ടാകൂലേ, അവരെ കൊണ്ട് എഴുതിച്ചാൽ മതി കേട്ടോ. അതിനും പ്രയാസമാണെങ്കിൽ ഈ ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുത്തോ. എന്ത് രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുകയാണ്. ഇത് ഷിഫായിന്റെ ആയത്തുകൾ എന്നറിയപ്പെടുന്ന അത്ഭുതകരമായ ആയത്തുകളാണ്. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.